ഇന്നിപ്പം ഒരു ചക്ക കുമ്പിള ചക്ക മൂടാന്ന് നമ്മളിവിടെ പറയാം. ചക്ക അപ്പം ചുടാനുള്ള പരിപാടിയാണ്. അപ്പം ചക്ക ഇഷ്ടംപോലെ ഉണ്ട്. പഴുത്ത ചക്ക ഇന്നലെ പഴുത്ത് തന്നെ വീണതായിരുന്നു. അപ്പം നമ്മൾ മൂട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ നാട്ടിൽ ചക്ക മൂടാന്ന് പറയും, ചക്കടയാന്നൊക്കെ പറയും. അവിടെ കോട്ടയത്ത് ചക്ക കുമ്പിളപ്പം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ ചക്ക അരച്ചിട്ട് ഉണ്ടാക്കില്ല, അരിഞ്ഞിട്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ചക്ക അരച്ചതും കുറച്ച് അരിഞ്ഞതും ഇട്ടിട്ട്, നമ്മൾ അരിഞ്ഞിടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് കടിക്കാൻ കിട്ടും, അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അരിഞ്ഞിട്ടിട്ട് കുറച്ചൊന്ന് അരച്ചതും ഉണ്ട്. അങ്ങനെയെല്ലാം റെഡിയാക്കി വെച്ച് തേങ്ങാക്കൊത്തും വേണം, ശർക്കര വേണം. ഇതിപ്പം പിന്നെ കൂടുതൽ ചക്ക ഉണ്ടായതുകൊണ്ട് കുറച്ചൊന്ന് വിളയിച്ച് വെക്കാനാണ്. ശർക്കരയും തേങ്ങയും ഇട്ട് ഏലക്കാപ്പൊടി ഇട്ടൊന്ന് വിളയിച്ച് വെക്കുന്നുണ്ട്. ചക്ക മൂടക്ക് വേണ്ടി കുറച്ച് പച്ചരി അരച്ചതും ശർക്കര ഉരുക്കിയത്, തേങ്ങാക്കൊത്ത്, പിന്നെ അരിപ്പൊടി, ചക്ക അരച്ചത്, ചക്ക അരിഞ്ഞത്, ഇതൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കാപ്പൊടി, ഇതൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പെട്ടെന്നുണ്ടാക്കിയ ഒരു ഐറ്റമാണ്. അപ്പം പിന്നെ ഒരു 10 മിനിറ്റ് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ആണ് നമ്മൾ ആവിയിൽ വേവിക്കുന്നത്. അപ്പം സാധാരണ നമ്മൾ വട്ടയില എന്ന് പറയും, ഒരു വട്ടയില ഒരു ഇല വെച്ചാണ് അതിലാണ് പൊതിഞ്ഞെടുക്കുന്നത്. ചിലർ വാഴയിലും ഭക്ഷണ ഇല എന്നൊക്കെ പറയും, അതിലൊക്കെ അങ്ങനെ ആക്കുന്നവരുണ്ട്.